ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് റിബിനാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാനും നീയും കൂടി ഇന്ന് മേമാൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബർത്ത്ഡേ വ്ളോഗാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഞാനും സ്വപ്പും കൂടിയും തൂതക്കക്ക് പോവുകയാണ് കേട്ടോ. അതായത് ഓൾക്കൊരു ഓർഡർ ഉണ്ട്. അപ്പോൾ അതിന് ഫ്രെയിം സെറ്റ് ചെയ്യാനും പിന്നെ എനിക്ക് റിബിനാക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒരു ഫ്രെയിം സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ തൂതക്കക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഐസിൻക്കാണ് കേട്ടോ പോണത്. അവിടെ നിന്നാണ് ഫ്രെയിം വാങ്ങൽ. അപ്പോൾ ഫ്രെയിം എടുക്കാൻ കരുതിയിട്ട് അവിടേക്ക് പോയി. അവിടെ നിന്ന് ഒരു A5 ഫ്രെയിമും വാങ്ങിയിട്ട് നമ്മൾ വേറൊരു ഷോപ്പിൽ പോയി. അതായത് ഈ ഫോട്ടോ ആൽബത്തിൻ്റെ ഒക്കെ ഇതുണ്ടാവില്ലേ, അങ്ങനെ ഒരു കടയിൽ പോയി. അവിടെ നിന്നാണ് നല്ല ക്വാളിറ്റി പ്രിൻ്റാണ് കേട്ടോ എടുത്തിരിക്കണത് ഇപ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പ്രിൻ്റ് എടുത്തത് ഞാൻ റിബിനാൻ്റെ ഒരു അക്ഷയിൽ നിന്നാണ്. അത് പിന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞതാണ്. സോപ്പ് എടുത്തത് നല്ല റേറ്റിൻ്റെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത് വാങ്ങിയിട്ട് പോവുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ട് നമ്മൾ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തു കിട്ടും. അപ്പോൾ ഇതാണ് റിബിനാക്ക് ഞാൻ കൊടുക്കുന്ന ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ്. അങ്ങനെ പിന്നെ ഞാൻ വന്നപ്പോഴത്തേന് നീയ മാറ്റി നിന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി മേമാൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് മേമാൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ വണ്ടികളുടെ സൗണ്ടൊക്കെ ഉണ്ടാവില്ല. വീട് ടൗണിലായതുകൊണ്ട് തന്നെ നല്ല ശബ്ദം ഉണ്ടാവും വണ്ടികളത്. അങ്ങനെ പിന്നെ നമ്മൾ തൂതക്ക ഞാനും നീയും സ്കൂട്ടിമ്മ പോയിട്ട് അവിടെ സപ്പുവിൻ്റെ വീട്ടിൽ സ്കൂട്ടി നിർത്തിയിട്ട് നേരെ മേമാൻ്റെ വീട്ടിലേക്ക് ബസ് കയറി കേട്ടോ. അതായത് ആനമങ്ങാട്ടേക്ക് നമ്മൾ ബസ് കയറിയിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ റോട്ടിലൊരു ആന ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുത്തു. പക്ഷേ അതിൻ്റെ മൂടാണ് കാണുന്നത് ഗൈസ്. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബെല്ലടിച്ചു നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ റിബിനാൻ്റെയോടെ എത്തിയിരിക്കുന്നു. പഠിക്കാണ്. നീ അത് അവിടെ ഇരിക്കുന്നു. ചായ കുടിക്കാണ്. റിമിനെ അതവിടെ ഫോണില് മറ്റുള്ളത് എഴുതണോ, അവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിക്കണു. അപ്പൊ അതുകൊണ്ട് അവള് എഴുതുകയാണ്. കാണിച്ചു കൊടുക്കും നിന്റെ ഗിഫ്റ്റ്സ്. ഇതൊക്കെ അവളെ ഫ്രണ്ട്സ് കൊടുത്താണ് കേട്ടോ. കൊറേ പേനയും. അപ്പൊ ഇന്ന് ഇന്ന് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. അതെ, മുട്ടായി ഒക്കെ ഉണ്ട്. ലൈന് കൊടുത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ചായയും മുറുക്കും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയിട്ടൊന്നുമില്ല. ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് മാറ്റാക്കരുത്. അപ്പോൾ ഇതൊക്കെ റിമിനെടുത്ത ഓരോ വീഡിയോസാണ് ഗൈസ്. അതൊക്കെ ഞാൻ എപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഇതാ റിമിനെ പൊട്ടിയടിച്ച് വന്നിട്ടുണ്ട് ബർത്ത്ഡേ കേക്ക് മുറിക്കാനായിട്ട്. അപ്പോൾ ഇതാ കേക്ക് ഇത് റിബിനെ വാങ്ങിക്കൊടുന്ന കേട്ടോ ഒരു ഷോപ്പിൽ നിന്ന്. അതാണ് ഇറ്റ്സ് മൈ ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് കൊടുക്കണം. അങ്ങനെ പിന്നെ അവളെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ ഗൈസ് അങ്ങനെ കേസ് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങാണ്. അങ്ങനെ പിന്നെ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നത് റിമിനെയാണ്. റിമിനെ കൊടുത്തത് മറ്റേ നെസ്ലൻ്റെ ചോക്ലേറ്റ് ആണ് കേട്ടോ. 2 ചോക്ലേറ്റ് ബാറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസും ഞാൻ എടുത്തു. പിന്നെ മിച്ചു, മിന്നു, മിസ ഓലെല്ലാവരും കൊടുത്തു കേട്ടോ ഗിഫ്റ്റൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഗിഫ്റ്റ് നീയാണ് ഗൈസ് കൊടുക്കുന്നത്. നീയ വേറെ ഗിഫ്റ്റ് ഉണ്ടാക്കിക്കണു. അത് ഓൾ എടുത്തേക്കായിരുന്നു. പിന്നെ സർപ്രൈസായി കൊടുത്തു. പക്ഷേ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ എൻ്റെ ഫ്രെയിം ഞാൻ ഉണ്ടാക്കി കൊടുത്തത് നീയാണ് കൊടുക്കുന്നത്. അത് ശരിക്കും എൻ്റെ പൈസക്കാണ്, ഉമ്മാൻ്റെ പൈസക്കാണ്. പക്ഷേ എൻ്റെ വകയായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ ഇതാ ഓള് എൻ്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ ഓളെ എക്സ്പ്രഷൻസ് നോക്കാം കേട്ടോ. പക്ഷെ ഓളെ വിചാരം നീയാണ് കൊടുത്തിക്കണമെന്നാ.
പക്ഷെ ഞാനാണ് ഗൈസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ്പ്രഷൻ ഇതാ ഗൈസ്. പിന്നെ ഞാൻ കോപ്പിക്ക വാങ്ങിയിരുന്നു. ഉമ്മ പറഞ്ഞതൊരു മുട്ടായി പാക്കറ്റ് വാങ്ങാനാണ്. പക്ഷേ എൻ്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ളൊരു മുട്ടായി പാക്കറ്റ് ഞാൻ ചോദിച്ച കടയിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കോപ്പിക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ എല്ലാവർക്കും അത് ഷെയർ ചെയ്തു. അതിൻ്റെ ഇടയിൽ ചുബി ആരും കാണാതെ മെല്ലെ കേക്ക് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് തിന്നുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇനി ഫുഡ് കഴിക്കാൻ നിൽക്കാൻ നമ്മൾ പറയൂ റിംല. കണ്ടിക്കാൻ കൊടുത്തോ. ഓക്കെ അവിടെ ഏതാ ലുക്ക്. ബിരിയാണി കഴിക്കാൻ ഫുഡ് വന്നിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ വന്ന് ബിരിയാണി, പപ്പടം, അച്ചാറ്, തൈര് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ടേസ്റ്റിയുള്ള ചിക്കൻ ബിരിയാണി കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒന്നുമില്ല കേട്ടോ, ഇനി ഉറക്കമാണ് ഉള്ളത്, അതന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഉറങ്ങിക്കോളി. സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ. അപ്പോൾ നമ്മൾ കേരള ബൈ ബൈ.